Good morning. Good morning. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറ്ററി സർവീസ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എന്താണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? നമ്മൾ ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ ഡിസീസും അതുപോലെ തന്നെ അതിന്റെ നേച്ചറൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് അല്ലെ? അതിന്റെ ഒബ്ജക്റ്റീവ്സ് 5 പോയിന്റ്സ് ആയിട്ട് 5-6 പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഒബ്ജക്റ്റീവ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം നമുക്ക്. ഡയറ്റീഷ്യൻ. Okay, dietitians are health professional ideally skilled in implementing and altering good routines of an individual or population. Para dietitian എന്ന് പറഞ്ഞാൽ dietitians are health professional ആണ്, ആരോഗ്യ വിദഗ്ധരാണ് dietitians എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്താണ് സ്കിൽ ഉണ്ടെന്ന് നോക്കിയേ. ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിങ്. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഇംപ്ലിമെന്റിങ് ആൻഡ് ഓൾട്ടറിങ്. ഓൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക, മാറ്റം വരുത്തുക. ചേഞ്ച്. ഓൾട്ടറിങ് ഗുഡ് റൊട്ടീൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ, ഒരു ജനസംഖ്യയുടെ ഒക്കെ അവരുടെ ആ റുട്ടീൻ, അതില് എന്തെങ്കിലും ഭക്ഷണക്രമത്തിലൊക്കെ എന്തെങ്കിലും ഇംപ്ലിമെന്റ്, പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂട്രിയൻസ് ഒക്കെ വേണോ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഓൾറെഡി നമ്മളുടെ റുട്ടീനിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതൊക്കെ ചേഞ്ച് വരുത്താനും സ്കിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണലെയാണ് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. A dietitian is the one who manages the preparation of therapeutic or other diet for individual or groups in hospitals, institutions, other establishment and for workers in particular sector. അതിനകത്ത് വരുന്നതാണ് തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ചികിത്സാപരമായിട്ട്. തെറാപ്യൂട്ടിക്. Okay, a dietitian is the one who manages the preparation of therapeutic or other diet for individual or groups in hospitals, institutions, and other establishment for workers in particular sector. ഒരു നമ്മൾ പറഞ്ഞു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഒക്കെ റുട്ടീനില് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചേഞ്ച് വരുത്താനോ സ്കിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണലാണ് ഡയറ്റീഷ്യൻസ് എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് അത് പറഞ്ഞേക്കുന്നതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു പേഴ്സൺ, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അതർ എസ്റ്റാബ്ലിഷ്മെന്റ്, മറ്റുള്ള സ്ഥാപനങ്ങള് എന്നിവയിലുള്ളവർക്കൊക്കെ ഒരു ചികിത്സാപരമായിട്ടുള്ള ഒക്കെ ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുന്നതിന് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞത്. ഹു മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ഓർ അതർ ഡയറ്റ്. ചികിത്സാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഡയറ്റുകളൊക്കെ അത് തയ്യാറാക്കുന്നതിന് നിയന്ത്രിക്കുന്ന, അതിനെ മാനേജ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്, അതൊരു ചെറിയൊരു സെന്റൻസ് ആക്കാം. നെക്സ്റ്റ്, ഹി ഇൻസ്ട്രക്ട്, അത് നമുക്ക് അടുത്ത് എഴുതാം. വർക്കേഴ്സ് ഇൻ പർട്ടിക്കുലർ സെക്ടർ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഒരു ലെങ്തി സെന്റൻസ് ആണ്, അപ്പോൾ ചെറുതാക്കി നമുക്കൊന്ന് ചെറുതാക്കാം.
in a particular sector എന്ന് വരെ full stop ഇടുക. നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് നമുക്ക് എഴുതാം, he instruct in selection and a proper preparation of food as per the dietetic principles. Dietetic principle ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിനും അല്ലെങ്കിൽ തയ്യാറാക്കുന്നതിനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. he instruct ചെയ്യാന്ന് വെച്ചാൽ നിർദ്ദേശിക്കുക. He instruct in selection and proper preparation of food as per dietetic principle. ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച് ഫുഡ് സെലക്ട് ചെയ്യാനും അത് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. He next sentence ആക്കി എഴുതാം, he discharges duties connected with the nutrition program and may be labeled for food purchasing on behalf of an organization or establishment. Okay. അദ്ദേഹത്തിന്റെ ഒരു പോഷകാഹാരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, ബന്ധപ്പെട്ടുള്ള ചുമതലകള് അദ്ദേഹം നിർവഹിക്കുന്നു. He discharges duties connected with the nutritional program. അത് വേണമെങ്കിൽ ഒരു സെന്റൻസ് ആക്കി എഴുതാം കേട്ടോ. He discharges duties connected with the nutrition program. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത്, ഈ പോഷകാഹാരവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ അതിന്റെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നു. അതുപോലെ തന്നെ he is liable for food purchasing on behalf of an organization or establishment. ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു സ്ഥാപനത്തിന്റെയോ പേരിൽ ഭക്ഷണം വാങ്ങുന്നതിനും ബാധ്യസ്ഥനായിരിക്കും. liable എന്ന് വെച്ചാൽ ബാധ്യസ്ഥനാകുക, ബാധ്യതയുള്ള ലേബിൾ. He is liable for food purchasing on behalf of an organization or establishment. ഒരു ഓർഗനൈസേഷനോന്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെയോ പേരില് ഫുഡ് വാങ്ങുന്നതിന് ബാധ്യസ്ഥരായിരിക്കും. ഇത്രയും എല്ലാം ഡയറ്റീഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാം ഡയറ്റീഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ്. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന് എന്തിനുള്ള കഴിവുണ്ട്, ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾട്ടറിംഗ് ഗുഡ് റുട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെയോ ഇൻഡിവിജ്വലിന്റെയോ നല്ല റുട്ടീൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ചേഞ്ച് വരുത്താനോ സ്കിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്സിന്റെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയോ മറ്റുള്ള എസ്റ്റാബ്ലിഷ്മെന്റിന്റെയോ ഒക്കെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികള് ഇവർക്കിടെയൊക്കെ ഭക്ഷണക്രമം തയ്യാറാക്കുന്നതിന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നതാണ് he instruct in selection and proper preparation of food as per dietetic principle. ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച് ഭക്ഷണം പ്രോപ്പർ അത് സെലക്ട് ചെയ്യുന്നതിനും അത് പ്രോപ്പർ ആയിട്ട് തയ്യാറാക്കുന്നതിനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. പിന്നെ അടുത്തത് ന്യൂട്രീഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് അത് ചുമതലകള് അദ്ദേഹം നിർവഹിക്കുന്നു. പിന്നെ ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെയോ ഒക്കെ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാനായിട്ട് ബാധ്യതയുള്ള ആളായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? A healthy lifestyle can be obtained by sustaining a balanced diet. Balanced diet എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് അളവിൽ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്, സമീകൃത ആഹാരം. അപ്പൊ നമുക്ക് ഒരു നല്ലൊരു ആരോഗ്യം എങ്ങനെ നിലനിർത്താൻ പറ്റുന്ന പറഞ്ഞേക്കുന്നത്, സസ്റ്റൈനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഒരു നല്ലൊരു സമീകൃത ആഹാരം നിലനിർത്തുന്നതിലൂടെ നമുക്കൊരു ആരോഗ്യം നമുക്ക് നേടാൻ പറ്റും. And keeping into consideration to meet all the essential nutrients needed by the body. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് അതെന്താണെന്ന്, ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് കൺസിഡർ ചെയ്തിട്ട് അത് പരിഗണിച്ചിട്ട് അത് കീപ്പ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും.
നമുക്ക് നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നേടിയെടുക്കണമെങ്കിൽ ഒരു നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുന്നതിലൂടെയും പിന്നെ അതുകൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അത് എന്തൊക്കെയാണെന്ന് പരിഗണിച്ച് അത് കീപ്പ് ചെയ്യുന്നതിലൂടെയും നമുക്കൊരു നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാൻ പറ്റും, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. A proper meal plan helps to achieve ideal body weight and lower the risk of chronic disease like diabetes, cardiovascular and other types of cancer. ഇനി നല്ലൊരു മീൽ പ്ലാൻ എന്തിനെ ഹെൽപ്പ് ചെയ്യും നോക്കി? ഹെൽപ്പ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താനായിട്ട് നല്ലൊരു മീൽ പ്ലാൻ ഹെൽപ്പ് ചെയ്യും. നമ്മള് ഭക്ഷണമൊക്കെ വാരി വലിച്ച് കഴിച്ചാൽ നമുക്ക് ഭയങ്കര പൊണ്ണത്തടി വരും അല്ലെ, അമിതവണ്ണം. നമുക്ക് അറിയാലോ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് വേണമെന്ന്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മള് ചിലരൊക്കെ ഡയറ്റിലൂടെ തന്നെ ബോഡി വെയിറ്റ് ഒക്കെ നോർമൽ ആക്കി നിർത്തുന്നില്ലേ? ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു നല്ലൊരു മീൽ പ്ലാൻ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ എന്താണ്? റിസ്ക് ഓഫ് ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ്. ക്രോണിക് ഡിസീസ് എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത രോഗങ്ങൾ ഏതൊക്കെയാ? ഡയബറ്റീസ്, പ്രമേഹം, കാർഡിയോവാസ്കുലർ, ഹൃദയ സംബന്ധമായിട്ടുള്ളത്, ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, മറ്റുള്ള ക്യാൻസറുകൾ പോലുള്ള ഈ ക്രോണിക് ഡിസീസുകൾ അത് വരുന്ന ആ റിസ്ക് നമുക്ക് കുറയ്ക്കാനും പറ്റും. നമ്മുടെ ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത ഡയബറ്റീസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാലോ അല്ലെ? പ്രമേഹമൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പൊ ഇതെല്ലാം എങ്ങനെയാ? നമ്മളൊരു നല്ലൊരു മീൽ പ്ലാനിലൂടെ നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ്, നമുക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ അത് വരുന്ന റിസ്ക് കുറയ്ക്കാനും പറ്റും. ഏതൊക്കെയാ? ഡയബറ്റീസ്, കാർഡിയോ വാസ്കുലർ ആൻഡ് അതർ ടൈപ്സ് ഓഫ് ക്യാൻസർ. ഈ നമ്മുടെ ഹൃദയധമനികൾ, അതാണ് കാർഡിയോ വാസ്കുലർ എന്ന് പറയുന്നത്. അതുപോലെയുള്ള മറ്റുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വരും. അത് വരുന്നതിന്റെ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഏതിലൂടെയാ? നല്ലൊരു മീൽ പ്ലാനിലൂടെ. ഓക്കെ, ക്ലിയർ ആയോ നോക്കിയേ? ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ പാരഗ്രാഫിൽ എന്താ? ഒരു നമ്മുടെ ബോഡി വെയിറ്റ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് പരിഗണിച്ച് അത് കീപ്പ് ചെയ്യുന്നതിലൂടെയും നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റിലൂടെയും നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈല്, നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത രീതി നമുക്ക് നേടാൻ പറ്റും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഒരു നല്ലൊരു മീൽ പ്ലാൻ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താനും അതുപോലെ ക്രോണിക് ഡിസീസ്, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ, അതൊക്കെ മറ്റുള്ള ക്യാൻസറുകൾ പോലുള്ള ആ ക്രോണിക് ഡിസീസുകൾ വരുന്നതിന്റെ റിസ്ക് കുറയ്ക്കാനും പറ്റുന്നു. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അതിനകത്ത് ഇതൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ഒരു സെന്റൻസ്, ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് ഒന്ന് എഴുതിക്കോ. ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ്. Balanced diet is a diet. Balanced diet is a diet which contains various groups of foodstuff, such as carbohydrate, proteins and lipids. Liquid foods such as carbohydrate, protein and lipid foods in the correct proportion
in the correct proportion and quantity, correct proportion and quantity to meet the energy of the body, and to maintain good health, Balanced diet is a diet which contains various group of foodstuffs such as carbohydrate, protein and lipid foods in correct proportion and quantity to meet the energy of body and to maintain good health. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പും ഉൾപ്പെടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. Foods in the correct proportion. Balanced diet is a diet which contains various group of foodstuff, S-T-U-F-F, stuff, foodstuff, S-T-U-F-F-S, double F-S. Stuff such as carbohydrate, protein and liquid foods in the correct proportion and quantity to meet the energy of the body and to maintain good health. ഈ ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് 7 എസെൻഷ്യൽ ഫാക്ടേഴ്സ് ആണ് ബാലൻസ്ഡ് ഡയറ്റിലുള്ളത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പും ഉൾപ്പെടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഉൾപ്പെടുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റില് 7 കമ്പോണൻസ് ഉള്ളത്. 7 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തോ. 7 കമ്പോണൻസ് ഉള്ളത് ബാലൻസ്ഡ് ഡയറ്റില്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വിറ്റമിൻസ്, minerals, fiber, water. ഇങ്ങനെ ഇതെല്ലാം ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. ഇങ്ങനെ ഈ 7 കമ്പോണൻസും ഉൾപ്പെടുന്ന ഫുഡ് ഗ്രൂപ്പാണ് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വാട്ടർ. ഓക്കെ, 7 കമ്പോണൻസ് ആണ് ബാലൻസ്ഡ് ഡയറ്റിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകളാണ് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ് നോക്കിയേ. ഫസ്റ്റ് കാർഡിയാക് ഡയറ്റ്, സെക്കൻഡ് റീനൽ ഡയറ്റ്, നെക്സ്റ്റ് ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. അപ്പൊ പലതരത്തിലുള്ള ഡയറ്റുകളാണ്. അതിൽ ഫസ്റ്റ് കാർഡിയാക് ഡയറ്റ്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. അപ്പൊ കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഫുഡ്, അതാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഹൃദയാരോഗ്യം, ഹൃദയത്തിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭക്ഷണക്രമം, ആരോഗ്യം നിലനിർത്തുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഭക്ഷണക്രമം. കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം. കാർഡിയാക് ഡയറ്റ്, അവിടെ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ. കാർഡിയാക് ഡയറ്റ് ഓൾസോ നോൺ ആസ് കാർഡിയാക് ഡയറ്റ്. ഓരോ ഹെഡിങ് ഒന്ന് കൊടുക്കാം കേട്ടോ. കാർഡിയാക് ഡയറ്റ് എന്ന് കൊടുക്കുക. അതിന് താഴെ ഒരു സെന്റൻസ് എഴുതിക്കോ. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ പോയിന്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. കാർഡിയാക് ഡയറ്റ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. Cardiac diet is also known as
heart healthy diet. Okay. Heart healthy diet. Full stop. Cardiac diet aims AIMS. Cardiac diet aims to reduce the risk of cardiovascular disease. Cardiovascular disease. ഇതിന്റെ റിസ്ക് കുറയ്ക്കാം. ഹൃദയവുമായിട്ട് സംബന്ധിച്ച് വരുന്ന രോഗങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഭക്ഷണക്രമമാണ്. സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് റെഡ്യൂസ് ചെയ്യുക. അതാണ് ഡയറ്റ് ഫോക്കസ് ചെയ്യുന്നത്. കാർഡിയാക് ഡയറ്റ് ഫോക്കസ് ഓൺ reducing sodium, fat and cholesterol intake. നമ്മൾ കൂടുതലായിട്ട് സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് കാർഡിയാക് ഡയറ്റ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഹൃദയ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭക്ഷണക്രമമാണ്. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കൊഴുപ്പടങ്ങിയ എണ്ണയിലുള്ള സാധനങ്ങളൊക്കെ അധികം ഫാറ്റിന്റെ ഇതൊക്കെ കുറച്ചുകൊണ്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, റെഡ്യൂസിങ് അതിനകത്ത് പറഞ്ഞേക്കുന്ന കാർഡിയാക് ഡയറ്റ് ഫോക്കസ് ഓൺ റെഡ്യൂസിങ് സോഡിയം, ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ഇൻടേക്ക്. സോഡിയത്തിന്റെ അളവ്, ഫാറ്റ്, കൊളസ്ട്രോൾ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ അതൊക്കെ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്താതിരിക്കുക, അതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. അതിൽ കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞ കാർഡിയോവാസ്കുലർ ഡിസീസ് കുറയ്ക്കുക എന്നുള്ളത് എയിമാണ്. അതനുസരിച്ചുള്ള ഭക്ഷണക്രമം. ഇനി സെക്കൻഡ് ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. റീനൽ ഡയറ്റ് DIET ആണ് കേട്ടോ. റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറയാം. അപ്പൊ അത് ഏതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതായിരിക്കണം? കിഡ്നിയുടെ, അല്ലെ? കിഡ്നിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡയറ്റ്. അപ്പോൾ നമ്മൾ കിഡ്നീനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണക്രമം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭക്ഷണക്രമമാണ് റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെന്റൻസ് എഴുതിക്കോ. റീനൽ ഡയറ്റ്, എ റീനൽ ഡയറ്റ് ഈസ് എ ഡയറ്റ് aimed at keeping level of fluids and minerals balanced in the body in individuals with chronic kidney disease, or who are on dialysis, അപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്കും ഡയാലിസിസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനും ഒക്കെ അവരുടെ ഭക്ഷണത്തില് നമ്മുടെ ഫ്ലൂയിഡ്സ്, മിനറൽസ് ഇതിന്റെയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓർ ഹൂ ആർ ഓൺ ഡയാലിസിസ്, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഡയാലിസിസ് ഒരു ചാപ്റ്റർ ഉണ്ട്.
ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം നമ്മൾ നോർമൽ അല്ലെങ്കിൽ വൃക്കാരോഗമുള്ളവരിലൊക്കെ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റുകൾ ബ്ലഡിൽ നിന്ന് യൂറിയ ലവണങ്ങളൊക്കെ അരിച്ചു മാറ്റുന്നത് അത് നമ്മൾക്കത് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. കിഡ്നിക്ക് അത് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബ്ലഡിൽ നിന്നുള്ള യൂറിയ ലവണങ്ങളൊക്കെ മാറ്റുന്നത് ഒരു മെഷീനും അതുപോലെ തന്നെ ഒരു പ്രോസസ്സിലൂടെയാണ് അത് വേസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇതൊരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനും അതുപോലെ കിഡ്നി ഡിസീസ് ആയിട്ടുള്ളവർക്കും എന്ത് ചെയ്യണം? കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു ഡയറ്റ് ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റ്. അപ്പൊ എന്ത് ചെയ്യാം? ലോ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കാം. ഇപ്പൊ BP ഒക്കെ ഉള്ളവരില്ലേ, ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ളവര് അവരുടെ ആഹാരത്തിൽ നമ്മൾ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കണം. ഉപ്പൊന്നും അധികം അവർക്ക് കഴിക്കാൻ പറ്റില്ല, BP കൂടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമമാണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. എഴുതിക്കോ, ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റ്. A low sodium diet. A low sodium diet is an eating plan. Is an eating plan. Eating plan that people can follow. Eating plan that people can follow to reduce the amount of sodium in their diet. The amount of sodium in their diet. അവരുടെ ഭക്ഷണക്രമത്തിൽ അവര് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കണം. A low sodium diet is an eating plan that people can follow to reduce the amount of sodium in their diet. Next ആണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഗ്യാസ്ട്രിക് വയറിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണ്, നമുക്ക് വയറുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വേഗം ദഹിക്കുന്ന ഡൈജഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമമാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ഡയറ്റ്. നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും അല്ലെ, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടർ പറയും നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോളാൻ പറയും. ഒരു കഞ്ഞിയോ അല്ലെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് സോഫ്റ്റ് ടെക്സ്ചർ ഉള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയും അല്ലെ. സർജറി ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ ഡോക്ടർ പറയോ ചിക്കൻ ബിരിയാണി ഒക്കെ പോയി കഴിച്ചോളാൻ? അറിയോ എന്താ പറയുന്നേ? സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം എന്തെങ്കിലും കൊടുത്തോളാൻ പറയും അല്ലെ, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ അത് സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പ്രിഫർ ചെയ്യുന്നതാണ് ഈ സോഫ്റ്റ് ഡയറ്റ്. ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. സോഫ്റ്റ് ഡയറ്റ്. A soft food diet. A soft food diet refers to food that is soft in texture. Soft in texture and easy to digest. പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ. It is, next sentence, it is used after surgery. It is used after surgery. അത് മതി. സർജറി കഴിഞ്ഞിട്ടും പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർക്കും പറയാറുണ്ട് കേട്ടോ.
സർജറി കഴിഞ്ഞവർക്കും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർക്കും ഒക്കെ ഈ സോഫ്റ്റ് ഡയറ്റ് പ്രിഫർ ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ്. അതറിയാലോ, ഡയബറ്റിക് ഡയറ്റ് എന്താ? നമുക്ക് ഡയബറ്റിക്സ് പേഷ്യൻസ് ഒക്കെ നമ്മൾ ആഹാരത്തിൽ നിന്ന് ഷുഗറിന്റെ അളവ് കുറയ്ക്കണം അല്ലെ? അപ്പൊ ഷുഗർ കുറഞ്ഞ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. അത് എഴുതാം, ഒരു സെന്റൻസ് എഴുതിക്കോ. എ ഡയബറ്റിക് ഡയറ്റ് is a diet that is used by people with diabetics. Diabetic diet is a diet that is used to people with the diabetics. Full stop. Next sentence. It help lower blood sugar level. It help lower blood sugar level. നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഇപ്പൊ ചിലർക്കൊക്കെ പ്രോട്ടീന്റെ അളവ് കുറവുണ്ടായിരിക്കും ആളുകളിൽ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡോക്ടർ പ്രിഫർ ചെയ്യുന്നതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? അവരുടെ ഭക്ഷണത്തില് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം അവരുടെ ആഹാരക്രമത്തിൽ അവര് ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് എഴുതിക്കോ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. High protein diet is a diet which contains food rich in proteins are beneficial for daily routine. അപ്പൊ ഡെയിലി റുട്ടീനിൽ അവര് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇനി ലാസ്റ്റത്തെ ആണ് ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? നമ്മള് സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല. ഓൺലി കൺസ്യൂം ലിക്വിഡ് ഫുഡ്. ലിക്വിഡ് ആയിട്ട് ജ്യൂസുകളായിട്ടോ അല്ലെങ്കിൽ സൂപ്പുകളായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെതാണ്. ഇപ്പൊ നമ്മള് ട്യൂബിക്കടെയൊക്കെ ഭക്ഷണം വായിൽ വെച്ച് ചവച്ചരക്കി കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ലിക്വിഡ് ഡയറ്റാ പറയുന്നത്. അപ്പൊ അവർക്ക് ഭക്ഷണമാണെങ്കിലും നമ്മൾ അരച്ച് ഇങ്ങനെ കുഴമ്പൊരു ലിക്വിഡ് ഫോമിലാക്കി ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ലിക്വിഡ് ഡയറ്റ്. A full liquid diet means a person eats no solid food and only consumes CONSUMES only consumes liquid such as a soup and juices, soups and juices. soup ആയിട്ടോ ജ്യൂസ് ഒക്കെ ആയിട്ടോ ഉള്ളി ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതെന്താ തന്നെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഈ സർജറി ഒക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന ഡയറ്റ് ഏതാണ്, ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഡയറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു സോഫ്റ്റ് ഡയറ്റ് ആണ്. സർജറിക്ക് ശേഷമൊക്കെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ സോഫ്റ്റ് ഡയറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് എല്ലാത്തിന്റെയും ഓരോ സെന്റൻസ് തന്നത്. ഇതിൽ ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെയാണ്. അപ്പൊ കിഡ്നിയുടെ ആരോഗ്യം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത് വരുമ്പോ റീനൽ ഡയറ്റ്, സോഡിയത്തിന്റെ അളവ്, BP കൂടുതലുള്ളവർക്ക് ഈ പറയുന്ന ഡയറ്റ് ഏതാ? ലോ സോഡിയം ഡയറ്റ്. പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം സോഫ്റ്റ് ഡയറ്റ്. ഡയബറ്റിക് പേഷ്യന്റിന് പറയുന്നത് ഡയബറ്റിക് ഡയറ്റ്. പ്രോട്ടീന്റെ അളവ് നമുക്ക് ബോഡിയിൽ കുറവുള്ളവർക്ക് പ്രിഫർ ചെയ്യുന്നതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. പിന്നെ അതുപോലെ ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളി ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഒരു സ്റ്റേജിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കാർഡിയാക് എന്ന് പറഞ്ഞാൽ അറിയാം ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എവിടെയൊക്കെ ആയിരിക്കണം? ഇത് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഇറ്റ് ഈസ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. അപ്പൊ നോക്കിയേ, എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഏറ്റവും ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ. ഇപ്പൊ ഒരു 10 നിലയുള്ള ബിൽഡിംഗ് ആണ്. അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോകുന്ന നമുക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസിനൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മള് അവിടെ ഓൾറെഡി നമ്മൾ ഇൻപേഷ്യന്റ് ഉള്ളവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കും. അല്ലാത്ത പേഷ്യൻസിനൊക്കെ നമ്മൾ പോപ്പിയിലൊക്കെ വന്ന് കണ്ട് പോകുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്രയും ഫ്ലോർ ഏറി മുകളിലേക്ക് പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പുറമേ നിന്നുള്ളവർക്കൊക്കെ ആണെങ്കിലും പിടിക്കുന്നെങ്കിലെങ്കിലും പറ്റില്ല. വരുന്നവർക്കൊക്കെയാണ്, പേഷ്യൻസിനെ കാണാൻ വരുന്നവർക്കൊക്കെയാണ് ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അഭികാമ്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വെക്കുകയാണ്. ഇനി സാധനങ്ങളൊക്കെ എത്തിക്കണ്ടേ? ഇതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിക്കാനും എല്ലാം കൊണ്ടും ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ മാറിപ്പോരുത്. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ ഏറ്റവും അഭികാമ്യം ഏത് ഫ്ലോർ ആണ്? ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. The design and the physical facility of the department have an importance on the standard of food service, labor cost, and the morale of employees. Morale എന്ന് പറഞ്ഞാൽ മനോവീര്യം, എംപ്ലോയീസിന്റെ തൊഴിലാളികളുടെ മനോവീര്യം. Morale of employees, morale of employees, മനോവീര്യം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ദി ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഡിസൈനും പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫെസിലിറ്റി സൗകര്യങ്ങളും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. എന്തിന്? ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്. നമുക്ക് ഫുഡ് തരുന്ന ആ ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡില്, പിന്നെ ലേബർ കോസ്റ്റ്, പിന്നെ എംപ്ലോയീസിന്റെ മനോവീര്യം എന്നിവയിലൊക്കെ ഈ ഫിസിക്കൽ ഫെസിലിറ്റിയും ഡിസൈനിങ്ങും വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ സാധാരണ ഒരു ഹോട്ടലില് നമ്മൾ പോയി ഭക്ഷണം കഴിക്കുമ്പോ അവിടെ ഉണ്ടാകുന്ന ഒരു സ്റ്റാൻഡേർഡ്, നമുക്ക് തരുന്ന ഭക്ഷണത്തിന്റെ ഒരു സ്റ്റാൻഡേർഡും നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്റ്റാൻഡേർഡ്സ് വ്യത്യാസമല്ലേ? നമുക്ക് ഫുഡ് തരുന്നതിലും അവരെ സെർവ് ചെയ്യുന്നതിലും അവരുടെ ഡ്രസ്സിങ്ങിലും ഒക്കെ ഒരു എന്താ പറയാ, ഫുൾ ഒരു നീറ്റ്നെസ് ഉണ്ട്. നല്ല സ്റ്റാൻഡേർഡാന്ന് പറയും. നമ്മൾ പറയും ചില സ്ഥലത്ത് പോയിട്ട് നല്ല ഫുഡ്, നല്ല സ്റ്റാൻഡേർഡ് ഫുഡാണ് അല്ലെ, ആ രീതിയിലായിരിക്കും സെർവ് ചെയ്യുന്ന ഫുഡ് സർവീസ് അല്ല. അപ്പൊ ഇതെല്ലാം എന്താ, ആ ഡിസൈനിങ്ങിലും ഫിസിക്കൽ ഫെസിലിറ്റീസിലും ഇമ്പോർട്ടൻസ് ആണ്. The design and the physical facility of the department have an importance. എന്നിവയിൽ പ്രാധാന്യമുണ്ട്. എന്തിന്? Standard of the food service, labor cost, and the morale of employees. Employment മനോവീര്യം എന്നിവയിൽ പ്രാധാന്യം അർഹിക്കുന്നു. ഇനി നോക്കിയേ, ഇനി ഇവിടെ തന്നേക്കുന്ന സ്റ്റാഫിംഗ് ആണ്. ഇത് ഓർഗാനോഗ്രാം ആണ് തന്നേക്കുന്നത്. അതിനകത്ത് നോക്കാം, ഏറ്റവും ടോപ്പില് ഇത് വേറെ എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ട. ഓർഗാനോഗ്രാം കറക്റ്റ് ചെയ്താണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്? അങ്ങനെയായിരിക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നോക്കി, ഏറ്റവും ടോപ്പിൽ വരുന്ന ആരാ? മെഡിക്കൽ സൂപ്രണ്ട് ആണ്. മെഡിക്കൽ സൂപ്രണ്ട്. പിന്നെ അടുത്തത് ചീഫ് ഡയറ്റീഷ്യൻ. അതിന്റെ തൊട്ട് താഴെ ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യൻ താഴെയാണ് സൂപ്പർവൈസർ വരുന്നത്. അതിന്റെ ഓർഡർ നോക്കാം കേട്ടോ. മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ. ഇനി നോക്കിയേ, സൂപ്പർവൈസറിന്റെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുക്കുകൾ വരുന്നുണ്ട്, അതിന്റെ തൊട്ട് താഴെ അസിസ്റ്റന്റ് കുക്കുകൾ വരുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ നെക്സ്റ്റ് സൈഡില് ബെയറേഴ്സ് വരുന്നുണ്ട്, ക്ലീനേഴ്സും വരുന്നുണ്ട്. ഓർഗാനോഗ്രാം ക്ലിയർ അല്ലേ? നോക്കിയേ,
ഓക്കെ, ഒന്ന് വേറെ എക്സ്ട്രാ ഒന്നും പറയാല്ല, അത് ഓർഡർ നിങ്ങൾ വേണമെങ്കിൽ നോട്ടിലേക്ക് അവിടെ ഒന്ന് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ഓർഗാനോഗ്രാം ഒന്ന് വരച്ച് അതുപോലെ ഒന്ന് നോട്ട് ചെയ്തെടുത്തോട്ടോ, വരച്ചു വെക്കാം. പിന്നെ തന്നേക്കുന്നത് അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ ഇത് നോക്കണം കേട്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകൾ നോക്കണം, ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. പിന്നെ ഇതിനകത്ത് അതിന്റെ ഓർഗാനോഗ്രാം നോക്കണം. ഇനി നോക്കിയേ, റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. നമ്മുടെ റൊട്ടീനിൽ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ചേഞ്ച് വരുത്താനോ നമ്മുടെ ആഹാരക്രമത്തില് എന്തെങ്കിലും ചേഞ്ച് വരുത്താനോ ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ റോൾ എന്താ? റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഓക്കെ, ഫസ്റ്റ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. സെക്കൻഡ് ഡയറ്റ് കൗൺസിലിംഗ്. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. പിന്നെ ഫോർത്ത് വൺ ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അപ്പൊ റോൾ ഓഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യന്റെ റോള് 4 പോയിന്റ്സ് ആണ് തന്നേക്കുന്നത്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഓക്കെ, ഫസ്റ്റ് ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഇൻപേഷ്യന്റ്. Inpatient catering. It deals with the provision of meals to the patient who are admitted in the hospital. അപ്പോൾ ഒരു ഹോസ്പിറ്റലില് പ്രവേശിക്കപ്പെടുന്ന അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികൾക്ക് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഈ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ വരുന്ന ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് to the patient who are admitted in the hospital. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യൻസിന് അവർക്കുടെ ഭക്ഷണക്രമമാണ്, അവർക്ക് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു എക്സാമിന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് സപ്ലൈഡ് ഇൻ ഹോസ്പിറ്റൽ? ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ഞാൻ തരാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. നോക്കിയ ക്വസ്റ്റ്യൻ ഒന്നുകൂടി. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അവിടെ ചോദിച്ചേക്കുന്നത്? ഫോർ റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് സപ്ലൈഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചത്. അതിനകത്ത് ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു. ഓപ്ഷൻ എയില് നേഴ്സിംഗ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബിയില് അഡ്മിനിസ്ട്രേഷൻ, ഓപ്ഷൻ സിയില് ഫിനാൻസ്, ഓപ്ഷൻ ഡിയില് കൊടുത്തത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി അല്ല അതിന്റെ കറക്റ്റ്, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള പേഷ്യൻസിന് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനെ നൽകുന്നതിനെ കുറിച്ചിട്ടാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറയുന്നത്, ഡീൽ ചെയ്യുന്നത്. It should be a balanced diet. അതിന് അങ്ങനെ ഇതെങ്ങനെയാ വെറുതെ ഭക്ഷണം കൊടുക്കുകയാണോ? അതെങ്ങനെയായിരിക്കണം? ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, സമീകൃത ആഹാരമായിരിക്കണം. That it provides sufficient calories considering the type of underlying illness, any extra nutritional needs and the normal food habits of the patient in the state. ആ ഒരു സ്റ്റേറ്റില് ഇപ്പൊ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ ആ ഒരു സ്റ്റേറ്റില് പേഷ്യന്റിന്റെ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് എന്താന്ന് നോക്കാം. അപ്പൊ അതിൽ നിന്നും ആ നോർമല് അവര് കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സിൽ നിന്നും എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ്, ഏതൊക്കെ എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ആവശ്യമാണ്, ഏതൊക്കെയാണ് ഇനി എക്സ്ട്രാ അവർക്ക് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നത് ഏത് അവർക്കുടെ ഡിസീസ്, അവർക്കുടെ ഇൽനെസ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട്, അവർക്കുടെ രോഗം ഏതാണെന്നൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള സഫീഷ്യന്റ് കലോറിയിലുള്ള ഒരു ഫുഡ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ഒരു സമീകൃത ആഹാരം പ്രൊവൈഡ് ചെയ്യുകയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ ചെയ്യുന്നത്. ഇതാണ് അതിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ പേഷ്യന്റിന്റെ ഡിസീസ് കൺസിഡർ ചെയ്യും, അണ്ടർലൈൻ ദ ഇൽനെസ്, അവർക്ക് ഏതാ രോഗം എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് ഇനി നമ്മളുടെ നോർമൽ ആ പേഷ്യന്റിന്റെ ആ സ്റ്റേറ്റില് നോർമൽ ഫുഡ് ഹാബിറ്റ്സിൽ നിന്നും എന്തെല്ലാം എക്സ്ട്രാ അവർക്ക് ആഡ് ചെയ്യണം, എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ്, എന്തെങ്കിലും ന്യൂട്രീഷൻസ്, ഇനി ഏതൊക്കെ ന്യൂട്രീഷൻസ് ആണ് അവർക്ക് ആവശ്യമുള്ളതെന്ന്
രോഗമൊക്കെ നോക്കിയിട്ട് അവർക്ക് സഫീഷ്യന്റ് കലോറിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കിയേ, ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഓർക്കാം, ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ്. ആർക്ക് കൊടുക്കുന്നതാണ്? who are admitted to hospital. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറയുന്നത്. അതിലെന്താ, അവർക്കുടെ രോഗം നോക്കും. എന്ത് തരം രോഗമാണെന്ന് കൺസിഡർ ചെയ്തിട്ട് അവർക്കുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്, ആ പേഷ്യന്റ് ആ സ്റ്റേറ്റില് അവര് കഴിക്കുന്ന നോർമൽ ഫുഡ് ഹാബിറ്റ്സില് എന്തൊക്കെയാണ് എക്സ്ട്രാ ന്യൂട്രീഷൻസ് ഒക്കെ അവർക്ക് വേണ്ടത്, അവർക്ക് സഫീഷ്യന്റ് കലോറി ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതെങ്ങനെയാ? ഒരു നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് വരുന്നത്, എല്ലാം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഡയറ്റ് കൗൺസിലിംഗ് can be given as outpatient diet clinics when patients are referred by clinician, dietitian to calculate their dietary needs in view of the body weight. ഇവിടെ ഇതെങ്ങനെയാ ഡയറ്റ് കൗൺസിലിംഗ് എങ്ങനെയാ? can be given as outpatient diet clinic. outpatient diet ക്ലിനിക്കുകളിലൂടെ നൽകുക. ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്നല്ല, ഏതെങ്കിലും ക്ലിനിക്കുകളിലൂടെ ഇത് പ്രൊവൈഡ് ചെയ്യാം. ഡയറ്റ് കൗൺസിലിംഗ് നൽകാം. when the patients are referred by clinician, dietitian to calculate. അപ്പൊ അവിടെ ഡയറ്റീഷ്യനെ ചെന്ന് കണ്ടിട്ട്, ക്ലിനിഷ്യൻസ് ഡയറ്റീഷ്യനെ ഒക്കെ ചെന്ന് കണ്ടിട്ട് അവരുടെ ബോഡി വെയിറ്റ് കൺസിഡർ ചെയ്തിട്ട് അവർക്ക് ഏതൊക്കെ ഡയറ്റ്സുകളാണ്, ഏതൊക്കെ ഭക്ഷണക്രമമാണ് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് അവിടെ കൊടുക്കാണ്, കൗൺസിലിങ്ങിലൂടെ കൊടുക്കാണ് ചെയ്യുന്നത്. ആണ് നമ്മുടെ ബോഡി വെയിറ്റ് കണക്കിലെടുത്ത് ഭക്ഷണ ആവശ്യങ്ങൾ കണക്കാക്കാൻ വേണ്ടി രോഗികളിലെ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്മാര് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നോക്കി എങ്ങനെയാ, ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്. ഇതെങ്ങനെയായിരിക്കും ഒരു ബാലൻസ്ഡ് ഡയറ്റ്? സോറി, നെക്സ്റ്റ് നോക്കട്ടെ. കാൽക്കുലേറ്റ് ദ ഡയറ്ററി നീഡ്സ് ഇൻ ദ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ്. അതല്ല പറഞ്ഞത്, നമ്മുടെ ബോഡി വെയിറ്റ് കൺസിഡർ ചെയ്തിട്ട് അവിടെ ഡയറ്റീഷ്യൻസ് ഒക്കെ റെഫർ ചെയ്യാണ് എന്തൊക്കെ ഡയറ്റ്സ് ആണ് അവരുടെ ആഹാരത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അവരുടെ ഡയറ്ററി നീഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഔട്ട്പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ നൽകുകയാണ് ചെയ്യുന്നത്. അണ്ടർലൈൻ ദ ഡിസീസ്, അവിടെയും എന്താ ഡിസീസ് നോക്കും. അവർക്ക് എന്താണ് ഡിസീസ് നോക്കും. പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻസ്. അത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇതില് പേഷ്യൻസിന്റെ എക്കണോമിക് കണ്ടീഷൻ, സാമ്പത്തിക സ്ഥിതി, അതിനെ വെച്ചിട്ടാണ് നമുക്ക് ഡിസീസ്, പിന്നെ അതുപോലെ നമ്മുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്സുകള്, നമ്മളെ വേരിയസ് ഫുഡിന്റെ അവൈലബിലിറ്റി, ഇതെല്ലാം ആ പേഷ്യന്റിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും. ഇപ്പൊ നല്ല ഹൈ റിച്ച് ഫാമിലി, നല്ല ഇതിലായിട്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഫുഡും ന്യൂട്രിയൻസും ഒക്കെ ഉള്ള, നമുക്ക് ഇഷ്ടം പോലെ ഫ്രൂട്ട്സുകളാണെങ്കിലും ഒക്കെ നമുക്ക് മേടിച്ച് കഴിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവർക്കടെ അതനുസരിച്ചാണ് അവർക്കടെ ഇത്രയുള്ളൂ, അവരുടെ എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് വരുന്ന ഡിസീസുകൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫുഡിന്റെ ഒക്കെ അക്സെപ്റ്റബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ്, ഇതൊക്കെ നമുക്ക് ലഭ്യത, ഫുഡിന്റെ ലഭ്യതയൊക്കെ ആ ഒരു പേഷ്യന്റിന്റെ എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. ഇപ്പൊ നമ്മൾ തീരെ ഒട്ടും പറ്റില്ല, ഇത് മേടിക്കാനായിട്ട് പൈസ ഇല്ലാത്തവർക്ക് എല്ലാം ആഹാരങ്ങളും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഇപ്പൊ എല്ലാം സഫീഷ്യന്റ് കലോറിയിലുള്ളത് അല്ലെങ്കിൽ എല്ലാ ന്യൂട്രീഷൻ നീഡ്സും അടങ്ങിയ ഒരു സമ്പൂർണ്ണ ആഹാരം അവർക്ക് കഴിക്കാൻ പറ്റണമെന്ന് ഇല്ല, അല്ലെ? അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നോക്കി, അണ്ടർലൈൻ ദ ഡിസീസ്, ഫുഡ് ഹാബിറ്റ്സ്, അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ്, ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ പേഷ്യന്റിന്റെ എക്കണോമിക് കണ്ടീഷൻ, സാമ്പത്തിക സ്ഥിതിയെ അനുസരിച്ചായിരിക്കും. പേഷ്യൻസ് ആർ യൂഷ്വലി given a diet to be followed by them along with a certain food either to be discarded or to be preferred. ഇനി നമ്മൾ എങ്ങനെയാ ഡയറ്റ് എങ്ങനെയാ ഫോളോ ചെയ്യുന്നത്? അത് നമ്മുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്സിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഫുഡ് എക്സ്ട്രാ ആഡ് ചെയ്തോ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്തോ, ഡിസ്കാർഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക,
ഓർ ടു ബി പ്രിഫേർഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡിന് പ്രിഫറൻസ് കൊടുത്തോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറ്റ് ഫോളോ ചെയ്യാം. ദ പേഷ്യൻസ് ആർ യൂഷ്വലി ഗിവൺ എ ഡയറ്റ് to be followed by them along with the certain food. അപ്പൊ അവര് ഓൾറെഡി കഴിക്കുന്ന ഫുഡിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് നമുക്ക് എക്സ്ട്രാ വേണ്ടത് അത് നമ്മൾ പ്രിഫറൻസ് കൊടുത്തോ, അല്ലെങ്കിൽ അത് നമ്മളിപ്പോ കഴിക്കുന്നതിന് വേണ്ടാത്തതൊക്കെ ഉണ്ടാവും, ചിലപ്പോ അങ്ങനെയുള്ളതൊക്കെ ഡിസ്കാർഡ് ചെയ്യുക, ഉപേക്ഷിച്ചോ നമുക്കൊരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്താണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ഓക്കെ, സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകള്. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകള്. പിന്നെ അടുത്ത പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. ഇത് നൽകല്, മീൽസുകള്, ടീ, സ്നാക്സുകള്, കൂൾ ഡ്രിങ്ക്സുകള്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. ഈ പ്രൈവറ്റ് പാർട്ടീസുകൾ നൽകുന്നതിനേക്കാളും കുറച്ചും കൂടി ചീപ്പർ ആയിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മൾ പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ക്യാൻറ്റീനിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി റേറ്റ് വ്യത്യാസം ഉണ്ടാവില്ലേ? ക്യാൻറ്റീനിലെ ഭക്ഷണത്തിന് റേറ്റ് കുറവായിരിക്കില്ലേ? നോർമല് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പോയി കഴിക്കുന്നതിന് വെച്ച് നോക്കുമ്പോൾ ക്യാൻറ്റീനിലെ സർവീസിന് കുറച്ചും കൂടി ചീപ്പർ ആയിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പ്രൈവറ്റ് പാർട്ടികളിൽ തരുന്നതിനേക്കാളും ചീപ്പർ ആയിരിക്കും. അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. അഡ്മിനിസ്ട്രേഷന്, ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷന് ആ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. Administration can control the quality of food service. അഡ്മിനിസ്ട്രേഷന്, ആ ഭരണകൂടത്തിന് അതിന്റെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഫുള്ള് അവർക്കുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ തന്നെ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അഡ്മിനിസ്ട്രേഷന് ആ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സർവീസസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്, അറ്റൻഡൻസ്, വിസിറ്റേഴ്സ്. സർവീസുകൾ ആർക്കൊക്കെ നൽകാം? സ്റ്റാഫിന്, അറ്റൻഡൻസിന്, വിസിറ്റേഴ്സിനൊക്കെ ഇവിടെ സർവീസുകൾ നൽകാം. ഇതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് വരുന്നത്. ഹോസ്പിറ്റൽസിലൊക്കെ നമ്മള് ഇതൊക്കെ ഹോസ്പിറ്റലിൽ മാത്രമല്ല, നമ്മളൊരു ബൾക്കായിട്ട് സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങളൊക്കെയാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. പിന്നെ വരുന്ന നോക്കിയാ നെക്സ്റ്റ്, ഹോസ്പിറ്റൽ ക്യാൻ മൂവ് മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻ ഇൻ സർട്ടൻ ലൊക്കേഷൻ ലൈക്ക് OPD, കാഷ്വാലിറ്റി ബ്ലോക്ക് എക്സെട്ര. ഹോസ്പിറ്റൽസിൽ മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹോസ്പിറ്റലിൽ ഇൻ സർട്ടൻ ലൊക്കേഷൻ OPD അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലൊക്കെ വെൻഡിങ് മെഷീൻ ഇരിക്കുന്നത്. വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓട്ടോമാറ്റഡ് മെഷീനാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു ചായ വേണം, ചായ കുടിക്കണം, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലാം, നമുക്കൊരു ടീ വേണമെങ്കിൽ നമുക്ക് അവിടെ സർവ് ചെയ്യാനോ എടുത്തു തരാനോ ഒന്നും ആരുമില്ല. നമ്മളെ മെഷീനിൽ ചെല്ലുക, നമുക്ക് കോഫി ആണോ ടീ ആണോ വേണ്ടതെന്ന് അവിടെ നമ്മുടെ ബട്ടറിൽ പ്രസ് ചെയ്യുക. ടീ ആണെങ്കിൽ ടീയുടെ അവിടെ, കോഫി ആണെങ്കിൽ കോഫി, അത് വിത്ത് വേണോ, ഷുഗർ വേണോ അല്ലെങ്കിൽ വിത്തൗട്ട് ടീ വേണോ, അത് ഏതാ സെലക്ട് ചെയ്യുക. അതിന് എത്ര രൂപയാണെന്നുള്ള പൈസയും അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് കോഫി കിട്ടും. അങ്ങനെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്നാക്സുകളൊക്കെ എടുക്കണമെങ്കിൽ നമ്മളവിടെ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ആരുമില്ല, തരാനായിട്ടൊന്നും ആരുമില്ല. അപ്പൊ നമ്മൾ നേരെ ആ സ്നാക്സിന്റെ അവിടെ ഉണ്ടാവും, എത്ര രൂപയാന്നുള്ളത് ഉണ്ടാവും. അത് ആ ഒരു ഇതിലേക്ക് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്യാഷ് അതിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മെഷീൻസുകളാണ് വെൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റഡ് മെഷീൻസ് ആണ്. സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് അതൊക്കെ നമുക്ക് അവൈലബിൾ ആക്കുന്ന ഓട്ടോമാറ്റഡ് മെഷീൻസ് ആണ് വെൻഡിങ് മെഷീൻസ്. ഹോസ്പിറ്റൽസിലാണെങ്കിൽ മോബിൾ വെൻഡിങ് മെഷീൻ, OPDയില്, കാഷ്വാലിറ്റി ബ്ലോക്കിലൊക്കെ വെൻഡിങ് മെഷീൻസ് കാണാം. ഇത്രയും കാര്യങ്ങള് നോക്കിയത്. കണ്ടിട്ടുണ്ട് ആരെങ്കിലൊക്കെ വെൻഡിങ് മെഷീന്? കണ്ടിട്ടുണ്ടോ? യെസ്, കുറെ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്ര എന്താ പറയാ, നിങ്ങൾക്കൊന്ന് നോർമൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരുപാട് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ വേഗം പറഞ്ഞു പോയത് കേട്ടോ.
അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ ഏതാ ഡയറ്റീഷ്യൻ ആരാന്ന് പറഞ്ഞു. മൗലാന ഹോസ്പിറ്റലിൽ ഉണ്ട്. ഓക്കെ, മിക്ക ഹോസ്പിറ്റൽസിലും ഉണ്ട് വെൻഡിങ് മെഷീൻസുകൾ. ഹോസ്പിറ്റൽ മാത്രമല്ല, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനില് അങ്ങനെയുള്ള ഇവിടെ എല്ലായിടത്തും പബ്ലിക് പ്ലേസുകളിലൊക്കെ ആണെങ്കിൽ മിക്കവാറും ഓഫീസിലൊക്കെ ഉണ്ടാവും. ഓഫീസിലൊക്കെ അങ്ങനെ വെൻഡിങ് മെഷീൻസ് കാണാം. എന്തായാലും നമുക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത് നോക്കുക, സെലക്ട് ചെയ്യുക, അതിനുള്ള ക്യാഷ് കൊടുക്കുക, താഴെ നിന്ന് നമുക്ക് അത് ഓൾറെഡി കളക്ട് ചെയ്യാൻ പറ്റും. വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. നമ്മൾ ഡയറ്റീഷ്യൻസ് ആരാന്ന് പറഞ്ഞു. പിന്നെ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കാനും നമുക്ക് പല രോഗങ്ങൾ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ, ക്യാൻസർ പോലുള്ള ആ രോഗങ്ങളുടെ റിസ്ക് കുറയ്ക്കാനും നല്ലൊരു ഡയറ്ററി മാനേജ്മെന്റിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു, സഹായിക്കും എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകളാണ് പറഞ്ഞത്. ഏത് ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഓരോന്നിന്റെ ചെറിയ നോട്ടും തന്നിട്ടുണ്ട്, അത് നോക്കണം കേട്ടോ. കാർഡിയ ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. പിന്നെ നമ്മൾ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ലൊക്കേഷൻ എപ്പോഴും എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റാഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓർഗാനോഗ്രാമ നമ്മൾ പറഞ്ഞത്. ഏറ്റവും ടോപ്പിൽ മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസറിന് 2 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കുക്ക് ഉണ്ട്, അസിസ്റ്റന്റ് കുക്ക് ഉണ്ട്, ബെയറേഴ്സ് ഉണ്ട്, ക്ലീനേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ റോളാണ് ഫസ്റ്റ് ഇൻപേഷ്യന്റ്. റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ റോൾ അത് 4 അത് തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, ഇത് 3 നമ്മൾ പറഞ്ഞോളൂ. ലാസ്റ്റ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ചെറിയതുള്ളൂ. ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ എന്താ വരുന്നേ? അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറയുന്നത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ആ പേഷ്യൻസിന്റെ രോഗം, ഇൽനെസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള നോർമൽ ഫുഡ് ഹാബിറ്റ്സിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണോ ഇനി വേണ്ടത് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് സഫിഷ്യന്റ് കലോറിയിലുള്ള ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻപേഷ്യന്റ് കാറ്ററിംഗിന്. പിന്നെ ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു, അത് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ ഡയറ്റീഷ്യൻസ് ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. അതും ഇതുപോലെ എന്താ ബോഡി വെയിറ്റ് നോക്കിയിട്ട്, നമ്മുടെ ബോഡി വെയിറ്റ് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ദ ഡയറ്ററി നീഡ്സ് ഇൻ ദ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ്. ഇപ്പൊ വെയിറ്റ് കുറവുള്ള ആൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയറ്റ് വേണം, ഭക്ഷണക്രമം കഴിക്കണം. വെയിറ്റ് കൂടുതലാണെങ്കിൽ അവർക്കുടെ വെയിറ്റ് കുറയ്ക്കണം, അല്ലെ, നോർമൽ ആക്കണം. അപ്പൊ അതനുസരിച്ച് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ കൊടുക്കുന്നതാണ്. ഓക്കെ, ഏതിന്റെ ചോദിച്ചേ? സോഫ്റ്റ് ഡയറ്റിന്റെ ആണോ ചോദിച്ചത്? സോഫ്റ്റ് ഡയറ്റിന്റെ a soft diet, food diet refers to food that is soft in texture. Soft in texture and easy to digest. എഴുതിയായിരുന്നോ? ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്, എളുപ്പം ദഹിക്കുന്ന തരത്തിലുള്ളതാണ്. ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്. ഓക്കെ, ഒന്ന് സോഫ്റ്റ് ഫുഡ് ഡയറ്റ് റെഫേഴ്സ് ടു ഫുഡ് that is soft in texture and easy to digest. അതുകൊണ്ട് ചേർത്ത് and easy to digest. It is used after surgery. പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർക്കും ഈ സോഫ്റ്റ് ഡയറ്റ് പറയുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഡയറ്റ് കൗൺസിലിംഗ് എങ്ങനെ ചെയ്യുന്നത്? given by the diet to be followed by them along with a certain food, either to be നമ്മുടെ നോർമൽ ഫുഡിൽ എന്തെങ്കിലും ഡിസ്കാർഡ് ചെയ്യണമെങ്കിൽ, ഉപേക്ഷിക്കണമെങ്കിൽ അത് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിഫറൻസ് കൊടുക്കണമെങ്കിൽ അത് ഉൾപ്പെടുത്തി നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഏതാണ്? നമ്മൾ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് പറയുന്നത്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ പറഞ്ഞല്ലോ, സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകളെല്ലാം കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നതാണ്. അവിടെ എന്താണ് മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, നൽകല് പ്രൈവറ്റ് പാർട്ടിയിലേക്കായും ചീപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അഡ്മിനിസ്ട്രേഷന് തന്നെ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സർവീസസ് ഗിവൺ ടു സ്റ്റാഫിനും അറ്റൻഡൻസിനും വിസിറ്റേഴ്സിനും ഒക്കെ സേവനങ്ങൾ നൽകാം.
അപ്പൊ ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ ചില വെന്റിംഗ് മെഷീൻ, മൊബൈൽ ഓർ വെന്റിംഗ് മെഷീൻസ് ഉണ്ട് ഇൻ സർട്ടൻ ലൊക്കേഷൻ ലൈക്ക് OPD, കാഷ്വാലിറ്റി ബ്ലോക്ക് എക്സെട്ര. ഇതിനോട് ചേർത്ത് വെന്റിംഗ് മെഷീൻസ് ഉണ്ട്. ഇനി ഏതാ നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത നോട്ട്? ഏതാ നിങ്ങൾക്ക് കിട്ടാത്തയാന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയല്ലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റിലും. ഏതെങ്കിലും കിട്ടാത്തയുണ്ടോ? സുമിക്കാണോ? ഏതാ സുമി? ഓക്കെ, എല്ലാം കിട്ടിയില്ലേ? ബാലൻസ്ഡ് ഡയറ്റ് ഒന്ന് പറയാമോ? ബാലൻസ്ഡ് ഡയറ്റാ. നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് എഴുതിക്കോളൂ, സമയമുണ്ടോ? നെക്സ്റ്റ് ടീച്ചർ വെയിറ്റിംഗ് ആണ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിലൊന്ന് വായിച്ചാൽ മതിയോ? ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻസ് വേരിയസ് ഗ്രൂപ്സ് ഓഫ് ഫുഡ് സ്റ്റഫ്, STUFFS, such as carbohydrate, protein and liquid foods in the correct proportion and quality to meet the energy of the body and to maintain good health. പിന്നെ നമ്മൾ അത് പറഞ്ഞു 7 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ 7 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വാട്ടർ. കമ്പോണൻസ്. അതായത് ഇത്രയുള്ള ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ശരിയായ അളവിൽ എല്ലാ ഫുഡ് ഗ്രൂപ്പും ഉൾപ്പെടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പും ഉൾപ്പെടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ്ഡ് ഡയറ്റില് 7 കമ്പോണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതിയത്, 7 എണ്ണം. ഓക്കെ, ക്ലിയർ അല്ലേ? നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇപ്പൊ എന്റെ മുന്നത്തെ പ്രാവശ്യത്തെ അതിനകത്ത് ആ സോഫ്റ്റ് ഡയറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഓരോ സെന്റൻസ് ഒന്ന് എഴുതിയത്. ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും പോയിട്ടുണ്ടോ? താങ്ക് യു മാം.